അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. 2023 ഒക്ടോബർ 7 ആരംഭിച്ച തൂഫാനുൽ അഖ്സക്ക് 2 വർഷം തികയുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഒക്ടോബർ 7 എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള വലിയ വിപ്ലവങ്ങൾക്ക് നാന്ദി കുറിച്ച ഒരു സംഭവം കൂടെയാണ്. ആ നിലക്ക് ഒക്ടോബർ 7 കുറിച്ച് ആലോചിക്കുമ്പോൾ നിലവിലെ ഫലസ്തീനിലെ സാഹചര്യങ്ങളും അതിനോടുള്ള ലോക സമൂഹത്തിൻ്റെ പ്രതികരണങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളുമൊക്കെയാണ് ഈ സന്ദർഭത്തിൽ നടത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫലസ്തീനിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ഫലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് മരണവും അതുപോലെ തന്നെ പട്ടിണിയും പലായനവും അതുപോലെ തന്നെ വലിയ മാസ്സായിട്ടുള്ള ഡിസ്ട്രക്ഷൻസുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫലസ്തീനിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് നമ്മളെങ്ങനെയാണ് സംസാരിക്കുക? നമ്മൾ ഫലസ്തീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളിലൊന്ന് അവിടെയുള്ള മരണസംഖ്യ തന്നെയാണ്. 2 വർഷം ആയി തുടരുന്ന ഒരു ജനോസൈഡ്. അതിൽ ഏകദേശം 68,000 ഔദ്യോഗിക കണക്കാണ് പറയുന്നത്. ഇതുവരെ 68,000. അത് സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 68,000-ൽ തന്നെ ഇത് ഒഫീഷ്യൽ ഔദ്യോഗിക കണക്ക് മാത്രമാണ്. ഇതിൽ പെടാത്ത അതല്ലെങ്കിൽ ഇത്തരം കൗണ്ടിൽ പെടാത്ത ഒരുപാട് മരണങ്ങൾ ഏകദേശം ചിലപ്പോൾ അതിനെ ഇരട്ടിയൊക്കെ ആയിട്ട് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ എന്താ പറയുക, ഒരു മനുഷ്യക്കുരുതി ഇതാണ് നമ്മൾ ഒരു 2 വർഷമായിട്ട് ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഒരു രാഷ്ട്രം, 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ 85%-ലധികവും സിവിലിയൻസാണ് കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ, ഇങ്ങനെയുള്ള ആളുകളാണ് 85%. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മൊത്തം ഉപരോധത്തിലാണ്, പട്ടിണിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരി നിൽക്കുന്ന ആളുകളെ ആക്രമിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുന്ന വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ഒരു വംശഹത്യക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യം. എന്നാൽ അതേസമയം ഇതിനപ്പുറത്തേക്ക് ആഗോള രാഷ്ട്രീയത്തിൽ നോക്കുമ്പോഴും, അതല്ലെങ്കിൽ ഈ ഒക്ടോബർ 7 എന്ന് പറയുന്ന ഒരു ഡേറ്റിൽ നിന്ന് നമ്മളെടുത്ത് നമ്മൾ മുമ്പോട്ട് വരുമ്പോഴും ഒരുപാട് മാറ്റങ്ങൾ ആഗോളതലത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് ആഗോള രാഷ്ട്രീയത്തിലായാലും പിന്നെ മൊത്തത്തിൽ ലോകത്തെ മനസ്സിലാക്കുന്നതിലായാലും നമ്മളുടെ തന്നെ വ്യക്തി ജീവിതത്തിൽ മൊറാലിറ്റിയിലും നമ്മളുടെ നൈതികതയിലും നമ്മളുടെ ബോധ്യങ്ങളിലും അതുപോലെ തന്നെ ജീവിതത്തിലെ ആഹാര ശൈലിയിൽ വരെ ഒരു മാറ്റം വരുന്ന രീതിയിലേക്ക് ഗസ മാറി എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയം നമുക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് നമ്മളുടെ ചിന്തക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് വലിയ സാധ്യതകൾ കൂടി ഗസ പറഞ്ഞു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ പിന്നെ നമ്മൾ ഗ്രേറ്റർ ഇസ്രായേലിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അത് ട്രംപ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒന്നാണ് ഗ്രേറ്റർ അമേരിക്ക. ഇപ്പോൾ ഗ്രേറ്റർ അമേരിക്ക, ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള പദാവലികൾ പോലും ഇപ്പോൾ വല്ലാതെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഗസയിൽ നടക്കുന്ന ഈ വംശഹത്യയിൽ പിന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനപ്പുറത്ത് അമേരിക്ക, അതുപോലെ തന്നെ അമേരിക്കയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യരാഷ്ട്രസഭ, അതുപോലെ തന്നെ അവർ തന്നെ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ഹ്യൂമാനിറ്റിയുടെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ഡിലേമയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യയും ഉക്രൈനും യുദ്ധമുണ്ടാകുമ്പോൾ മനുഷ്യരാശിക്ക് ഒരു മാനുഷികതയെക്കുറിച്ച് ചിന്തയുണ്ടാകും. ആ ചിന്തയല്ല ഗസയിൽ നടക്കുന്ന വംശഹത്യയോട് ലോകം വെച്ച് പുലർത്തുന്നത്. അപ്പോൾ മാനുഷികത എന്ന് പറയുന്ന ഹ്യൂമാനിറ്റിയിൽ നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകുന്നു. ഐക്യരാഷ്ട്രസഭ ഇതിൽ ഒരു നോക്കുകുത്തിയായി മാറുന്നു. അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ഫാലസി ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നു.
അതേസമയം തന്നെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു നിസ്സഹായത അതല്ലെങ്കിൽ നിഷ്ക്രിയത്വം അതുകൂടെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്നത് ഈ ഒരു ലോകത്തിൻ്റെ മുഴുവൻ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നേതൃത്വം നൽകുന്ന ലോകക്രമത്തിൻ്റെ ഒരു ഉള്ളുപൊള്ളയായ അവസ്ഥയെ കൂടെ അത് തുറന്നു കാണിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക വെച്ച സ്റ്റാൻഡേർഡുകൾ, അമേരിക്ക വെച്ച ലോക നിയമങ്ങൾ, അമേരിക്കയുടെ മാനുഷികത, അമേരിക്കയുടെ റൈറ്റ് വിങ് പൊളിറ്റിക്സ്, അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഗസയിലെ വംശഹത്യ അതിനെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നരേറ്റീവ്സുകൾ എങ്ങനെയാണ് ഇതിനെ റീറൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മൊത്തത്തിൽ നമ്മൾ ലോകക്രമം എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ രണ്ട് തട്ടുണ്ടല്ലോ. ഒന്ന് അതിൻ്റെ ഗവൺമെൻറ്റുകൾ എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ കുറേ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ അതിൻ്റെ ഗവൺമെൻറ്റുകൾ ഒരു സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ എന്തുണ്ട്, കുറേ മനുഷ്യന്മാർ അതുപോലെ ജനങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഒക്ടോബർ 7 ശരിക്കും ഈ ഫലസ്തീൻ്റെ തന്നെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഒരു ആധുനിക ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു അർത്ഥത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയൊരു സംഭവ വികാസമാണ്. ഒക്ടോബർ 7 ശേഷം എന്താ ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമ്മളുടെ മുമ്പിൽ ഒരു വശത്ത് എന്ത് കാണുന്നുണ്ട്, കുറേയൊക്കെ റബിളുകൾ എന്ന് വെച്ചാൽ മറ്റേ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകളും ഗസൻ്റെ ആ ഒരു ദാരുണമായിട്ടുള്ള ആ ഒരു സീനുകൾ നമ്മൾ കാണുന്നുണ്ട്. വേറൊരു വശത്ത് ഇതുപോലെ തന്നെ ജനങ്ങൾ ഈവൻ അമേരിക്കയിലെ തെരുവുകളിൽ പോലും കാര്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ കാണാം. ഒരു സൈഡിൽ അമേരിക്കൻ്റെ നിലപാട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഒക്ടോബർ 7 ഉണ്ടാവുമ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ബൈഡനാണ്. ബൈഡൻ ഇസ്രായേലിനെ കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം പിന്നെ ട്രംപ് വരുന്നുണ്ട്. ട്രംപ് വരുമ്പോൾ ട്രംപ് ഇലക്ഷൻ ക്യാമ്പയിനിലൊക്കെ കുറേ കൂടെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, അതുപോലെ തന്നെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന 2 യുദ്ധങ്ങൾ, യുക്രൈൻ യുദ്ധവും അതുപോലെ തന്നെ ഗസ യുദ്ധവും നിർത്തും എന്നൊക്കെ അവകാശവാദങ്ങളായിട്ടാണ് ട്രംപ് ഒരു അധികാരത്തിലേക്ക് തന്നെ രണ്ടാമത് തിരിച്ചു വരുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ബൈഡൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ട്രംപും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രംപിനെ കുറിച്ച് പൊതുവെ പറയൽ പുറമേയുള്ള സംഘർഷങ്ങളിൽ കാര്യമായിട്ട് ഇടപെടില്ല എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഇപ്പോഴും ട്രംപ് ഈ അമേരിക്കൻ സാമ്രാജ്യമാണ് ഈ ഗസയിലെ ജനോസൈഡിനെ പോസിബിളാക്കുന്നത്. അമേരിക്ക കൊടുക്കുന്ന ആയുധങ്ങൾ കൊണ്ടിട്ടാണ് ഗസയിൽ ഇസ്രായേൽ തീമഴ വർഷിക്കുന്നതും അവിടെ വംശഹത്യ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 1960 മുതലുള്ളൊരു നെക്സസ് ആണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ളത്. അതിന് മുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യം എവിടെ നിന്ന് തകരുന്നോ അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അമേരിക്ക ഇസ്രായേൽ ആ ഒരു ബന്ധം അത് മുമ്പുള്ളതിനേക്കാളും ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെട്ടു വന്നിട്ടുള്ളൊരവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അമേരിക്ക ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ യൂണിവേഴ്സിറ്റികളിലുണ്ടായിട്ടുള്ള സമരങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ജനങ്ങൾ എപ്പോഴും കുറേ കൂടെ ഫലസ്തീൻ പക്ഷത്തേക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ഗസയിൽ വംശഹത്യയാണ് ചെയ്യുന്നത് എന്ന് അംഗീകരിക്കുന്ന ഒരു സൈഡിലേക്ക് മാറുമ്പോൾ പോലും, മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ അങ്ങനെ മാറുമ്പോൾ പോലും അമേരിക്കൻ ഗവൺമെൻറ്റാണ് ഇപ്പോഴും ഈ ഒരു വംശഹത്യ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ബാക്കപ്പ് ചെയ്യുന്നവരാണ്. UN അമേരിക്കയുടെ ഇടപെടലുകളെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ. അതായത് UN-ൻ്റെ ഒരു സാധ്യതയെ തന്നെ അല്ലെങ്കിൽ UN-ൻ്റെ എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ എന്തിനാണ് UN എന്നുള്ള അർത്ഥത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന അർത്ഥത്തിലേക്ക് അമേരിക്കയുടെ ഇടപെടൽ, അതിൻ്റെ വീറ്റോ പവർ നമ്മൾ UN കാണുന്നുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് അമേരിക്ക ഇങ്ങനെ ഇടപെടുന്നത്, എന്താണ് അമേരിക്കക്ക് അതിലുള്ള ഒരു മോട്ടീവ് എന്ന് പലപ്പോഴും അമേരിക്കക്കുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ജനകീയ സമരങ്ങളിലൂടെ നിരന്തരമായി അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക എന്ന് പറയുന്ന ഒരൊറ്റ പവറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്നും ഇസ്രായേൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു വീറ്റോ പവറിൽ UN അവിടെ ഒതുങ്ങിപ്പോവുകയാണ്. അതിനപ്പുറത്തേക്കൊരു സാധ്യതയെക്കുറിച്ച് UN മറ്റെല്ലാ രാജ്യങ്ങളും അതിനെ അംഗീകരിക്കുമ്പോൾ പോലും അമേരിക്കയുടെ ഒരു വീറ്റോ പവറിനപ്പുറത്തേക്ക് നമ്മൾ ഈ മീം എപ്പോഴും കാണാറുണ്ട്. അതായത് ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടാകുമ്പോൾ പോലും അതിൽ 140 രാജ്യങ്ങളിൽ 139 രാജ്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുകയും എന്നാൽ ഒരു കൈ മാത്രം പൊങ്ങും. അവിടെ അത് അമേരിക്കയുടെ കൈ മാത്രമായിരിക്കും എതിർത്ത് പൊങ്ങുക. ഇപ്പോൾ വീറ്റോ പവർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സംഗതി കൂടെയാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു നോക്കുകുത്തിയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബോധ്യപ്പെട്ട
ഒരു സന്ദർഭം കൂടെയാണ് എന്ത് ശരിക്കും ഈ നമ്മുടെ ഈ ഒരു വേൾഡ് വാറിന് ശേഷം ഐക്യരാഷ്ട്രസഭ ലോകത്ത് പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സമാധാനത്തെക്കുറിച്ച്, പീസിനെ കുറിച്ച്. അപ്പോൾ പല സന്ദർഭത്തിലും ഈ ലോകത്തെവിടെയെങ്കിലും ഭീകരവാദ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഈ ഒരു പീസിനെ കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ UN കടന്നു വരികയും പീസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രമേയങ്ങൾ പാസ്സാക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പീസാണ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു വലിയ മുദ്രയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അതേസമയം ഈ സമാധാനം ആവശ്യമുള്ളൊരു സന്ദർഭത്തിൽ, നീതി സ്ഥാപിക്കപ്പെടുകയും അതിലൂടെ സമാധാനം സ്ഥാപിക്കപ്പെടുകയും ചെയ്യേണ്ടുന്നൊരു സന്ദർഭത്തിൽ ഐക്യരാഷ്ട്രസഭയ്ക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു ദയനീയ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഈ അറബ് ലോകത്തിൻ്റെ ഒരു അവസ്ഥ കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു നിസ്സഹായത എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഒരു നിഷ്ക്രിയത്വം എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിൽ അറബ് ലോകങ്ങൾ മുഴുവൻ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ ഖത്തറിൻ്റെ മുകളിൽ അടക്കം അക്രമം വന്നു കഴിഞ്ഞു. എന്നിട്ട് പോലും ഇനിയൊരു സാധ്യതയെക്കുറിച്ച്, ഒരു സൈനിക നടപടിയെക്കുറിച്ചോ അതല്ലെങ്കിൽ തിരിച്ചൊരു റെസ്പോൺസിനെ കുറിച്ചോ അവർക്ക് അത്തരം സാധ്യതകൾ അവരുടെ മുമ്പിൽ ഇപ്പോഴും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാൻ കഴിയും, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അത്തരം അസാധ്യതകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഒക്ടോബർ 7 ഇവർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒക്ടോബർ 7 എന്ന് പറയുന്ന ഒരു ഡേറ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ 2 ആഴ്ചകൾ നമ്മൾ എടുത്തു നോക്കിയാൽ പ്രധാന വാർത്തകളുടെ തലക്കെട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിനെ നോർമലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൗദി അറേബ്യയുടെ വിദേശ നയം, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളായിരുന്നു വേൾഡ് മീഡിയകളിൽ, അൽ ജസീറയിലായാലും BBC ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സുപ്രധാന വാർത്താ തലക്കെട്ടുകൾ നമുക്കറിയാം. 2023 സെപ്റ്റംബർ 20 മുതൽ നമുക്ക് ഈ ഒരു തലക്കെട്ടുകൾ ഇങ്ങനെ ധാരാളമായിട്ട് കാണാൻ കഴിയും. പക്ഷെ അവിടെ നിന്ന് ഒക്ടോബർ 7 എന്ന് പറയുന്നൊരു ഡേറ്റ് വരുന്നു. അവിടെ ഉണ്ടാകുന്ന ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷമുള്ള 2 വർഷത്തെ കാഴ്ചകൾ ലോകം കാണുന്നു. ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു നോർമലൈസേഷൻ പ്രോജക്റ്റിനെ കുറിച്ച് അങ്ങനെ വളരെ ഇനി ആലോചിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഈ UN അറേബ്യൻ ലോകത്തെയും അമേരിക്കയെയും കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഗസക്കാർ ചെയ്തൊരു വലിയൊരു പ്രതിരോധം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിൽ ഫ്രാൻസ് ഔദ്യോഗികമായിട്ട് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു, അതുപോലെ ബ്രിട്ടൻ അംഗീകരിച്ചു, അങ്ങനെ കുറേ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, അതുപോലെ അംഗീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് സൗദി അറേബ്യയാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവ വികാസങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ വെച്ചാൽ ഇത് ഏതൊരളവിൽ എത്രത്തോളം ഫലസ്തീനിന് ഗുണമുണ്ട് എന്നുള്ള കാര്യം മാറ്റി നിർത്തിയാൽ തന്നെ ഇപ്പോൾ നിലവിൽ കുറേ രാജ്യങ്ങൾ, ഇപ്പോൾ 130 പരം രാജ്യങ്ങൾ ആഗോളതലത്തിൽ ഫലസ്തീൻ രാഷ്ട്ര ഔദ്യോഗിക രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി രാജ്യങ്ങൾ അംഗീകരിക്കാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അംഗീകരിച്ച കുറേ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ അത് യൂറോപ്പിലെ തന്നെ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായിട്ടുള്ള രാജ്യങ്ങളാണ്. ഇപ്പോൾ ഫ്രാൻസ് ആയാലും അതുപോലെ തന്നെ സ്പെയിൻ ആയാലും. ഇപ്പോൾ സ്പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഇസ്രായേലിൻ്റെ ഭയങ്കര വോക്കലായിട്ടുള്ള എതിരാളി പോലും ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് സൗദി അറേബ്യൻ്റെ ഒരു ഇനീഷ്യേറ്റീവിലാണ്. അപ്പോൾ ഇത് സൗദി അറേബ്യ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്നുള്ളത് തന്നെ ഒക്ടോബർ 7 ഫലസ്തീൻ ചരിത്രത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം ഇപ്പോൾ 2023 ഒക്ടോബർ 7 ഈ ഒരു ഹമാസിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഈ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷെ അതിൻ്റെ കുറച്ച് കാലം മുമ്പാണ് ന്യൂഡൽഹിയിൽ G23 ഉച്ചകോടി നടന്നത്. അപ്പോൾ അന്ന് അതിന് വന്നിട്ടുള്ള സൽമാൻ രാജാവ് CNN മറ്റോ കൊടുക്കുന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ ഈ സൗദി ഇസ്രായേൽ ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആദ്യം ഫലസ്തീനുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്, ഇത് എന്താണ് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം എന്താണ് ഡേ ടു ഡേ ദിനംപ്രതി അത് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഈ പറയുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ അനക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഗസയിലെ ഉപരോധം അന്നും തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജനീനിലും നബ്ലസിലും ഉണ്ടായിട്ടുള്ള കുറേ ആക്രമണങ്ങളിൽ കുറേ ഫലസ്തീനികൾ കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളാവുന്ന ആ ഒരു സാഹചര്യത്തിലാണ് സൽമാൻ രാജകുമാരൻ്റെ ഈ ഒരു
വാർത്താ സമ്മേളനം വരുന്നത്. അതിന് തൊട്ടുടനെയാണ് ഒക്ടോബർ 7 ആക്രമണം സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ അന്ന് ഇങ്ങനെ ഇസ്രായേലിനെ ഓൾറെഡി UAE-യും അതുപോലെ തന്നെ മൊറോക്കോയും സുഡാൻ ഒരു പരിധിവരെയൊക്കെ അബ്രഹാം അക്കോർഡിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സൗദി ഇപ്പോൾ ഉടനെ ഒപ്പുവെക്കും അല്ലെങ്കിൽ അടുത്ത കാലത്തായിട്ട് ഒപ്പുവെക്കും എന്നുള്ള അങ്ങനത്തെ ഒരു സമയത്ത് നിന്ന് സൗദി മുൻകൈ എടുത്തിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അവസ്ഥയിലേക്ക് ഒക്ടോബർ 7 കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒക്ടോബർ 7 ആ ഒരു തൂഫാനുൽ അഖ്സ അതിൻ്റെ ലക്ഷ്യം നേടി എന്ന് തന്നെയാണ് നമ്മളിതൊന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് കേവലം നമ്മൾ മെറ്റീരിയൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് മനുഷ്യന്മാരുടെ മരണവും പലായനവും പട്ടിണിയും ഒക്കെ എത്തിക്കുമെങ്കിൽ പോലും തൂഫാനുൽ അഖ്സയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ആളുകൾ മറന്നു തുടങ്ങിയ ഗസ, ലോകം അവഗണിച്ച് തുടങ്ങിയ ഗസയെ വീണ്ടും അതിനെ ലൈം ലൈറ്റിലേക്ക് എത്തിക്കുക, ആ വിഷയത്തെ വീണ്ടും ഒന്നുകൂടെ ശക്തമായി ഉന്നയിക്കുക, അതുപോലെ തന്നെ രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടുകളെ തിരുത്തിച്ചുകൊണ്ട് അത് ഫലസ്തീൻ കോസിലേക്ക് കൊണ്ടുവരിക എന്ന അർത്ഥത്തിൽ ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സ എന്ന് പറയുന്നത് വലിയൊരു വിജയമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ആസ്പെക്റ്റിൽ എടുക്കുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഹമാസ് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഫലസ്തീൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കത്തി നിന്നിരുന്നൊരു വിഷയമായിരുന്നു. അതിൻ്റെ തുടക്കം മുതൽ പിന്നെ അത് കുറച്ച് ഡിമ്മായി പോയതിന് ശേഷം പിന്നെ ഒന്നാം ഇൻതിഫാദ വരുന്നു, രണ്ടാം ഇൻതിഫാദ വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ക്യാമ്പ് ഡേവിസ്, കുറേ യുദ്ധങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഒരു റീജിയണൽ പ്രശ്നം എന്നുള്ളൊരർത്ഥത്തിൽ ഫലസ്തീൻ പ്രശ്നം കത്തി നിന്നിരുന്നു. അവിടെ നിന്ന് യാതൊരുവിധ പ്രത്യാഘാതങ്ങളും ഇല്ലാതെ അമേരിക്കക്ക് അതിൻ്റെ എംബസി ജെറുസലേമിലേക്ക് മാറ്റാൻ കഴിയുന്നു. അമേരിക്കൻ്റെ പിന്നാലെ വേറെ കുറേ രാജ്യങ്ങൾ പിന്നാലെ പോകുന്നു. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് മാത്രം ഉള്ളിൽ UAE അബ്രഹാം അക്കോർഡിൽ ഒപ്പുവെക്കുന്നു, പിന്നെ ബഹ്റൈൻ ഒപ്പുവെക്കുന്നു, പിന്നെ സൗദി ഒപ്പുവെക്കപ്പെടും എന്നുള്ളൊരു സിനാരിയോ വരുന്നു. ഈ ഒരു സമയത്തിൽ മൊത്തത്തിൽ ഒരുപക്ഷെ മാറുമായിരുന്ന ആ ഒരു വേൾഡ് ഓർഡറിനെ അല്ലെങ്കിൽ ഒരു റീജിയണൽ ഓർഡറിനെ അതങ്ങനെ ഫലസ്തീൻ പ്രശ്നം സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം സാധ്യമല്ല എന്ന് പ്രത്യക്ഷത്തിൽ അങ്ങനത്തെ ഒരു പ്രഖ്യാപനമായിരുന്നു തൂഫാനുൽ അഖ്സ എന്നുള്ളത്. ആരർത്ഥത്തിൽ അത് ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന കുറേ സീനുകളുണ്ട്, വിഷ്വലുകളുണ്ട്. എന്ന് വെച്ചാൽ വംശഹത്യയുടേതായിട്ടുള്ള കുറേ സംഭവങ്ങൾ. അത് ചരിത്രപരമായിട്ട് ഇസ്രായേൽ ഏതൊക്കെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അപ്പോൾ ഒരു 2000 മുതൽ പ്രയോഗതലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു യുദ്ധതന്ത്രമാണ് മാക്സിമം കൊളാട്രൽ ഡാമേജ് ഉണ്ടാക്കിയിട്ട് അത് ജനങ്ങളെയും അതുപോലെ തന്നെ അവിടെയുള്ള റെസിസ്റ്റൻറ്റ് മൂവ്മെൻറ്റിനെ നമ്മൾ തെറ്റിക്കുക എന്നുള്ളത്. 2 വട്ടം ഹിസ്ബുള്ളനോട് പറ്റി പരാജയപ്പെട്ടതാണ്. പിന്നെയും ഒരു ഹിസ്ബുള്ളനോട് ശ്രമിച്ചു നോക്കി. അതിനുശേഷം അതേ ഒരു യുദ്ധതന്ത്രമാണ് ഇപ്പോൾ നിലവിലെ ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം അവിടെയും ഇസ്രായേലിന് വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഹമാസിന് ഗ്രൗണ്ടിൽ ഭയങ്കര സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ആയിക്കൊണ്ടിരിക്കുന്ന പോരാളികൾക്ക് പകരം പുതിയ പോരാളികൾ വരുന്നു. ഇപ്പോഴും ശക്തമായിട്ട് ഗ്രൗണ്ട് ലെവലിൽ മർക്കാവ ടാങ്കുകളും അതുപോലെ തന്നെ കവചിത വാഹനങ്ങൾ തകർക്കപ്പെടുന്നു. ഒരർത്ഥത്തിൽ ഒരു വശത്ത് യുദ്ധവും വേറൊരു വശത്ത് ഈ വംശഹത്യ എന്ന് പറയുന്ന അത് അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം തന്നെ ഒരു യുദ്ധത്തിൽ ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. വംശഹത്യയിലൂടെയാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് തൂഫാനുൽ അഖ്സ അതിൻ്റെ ആ ഒരു പ്രത്യക്ഷത്തിലുള്ള ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഹമാസിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ മാലം തുബിത് ബിഹി ഖുബറ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അവൻ്റെ അനുഭവം കിട്ടാത്ത അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരു ശക്തിയായിട്ട് ഹമാസിനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട സംഗതി ഈ ഒരു ഒക്ടോബർ 7 ശേഷം ഇപ്പോൾ ഫലസ്തീനിൻ്റെ നിലവിലെ 90% നേതാക്കളും വധിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നേതാക്കളെ വധിക്കുന്നതിലൂടെ അതിൻ്റെയൊക്കെ ഒരു ഏതൊരു മൂവ്മെൻറ്റിൻ്റെയും ഒരു മുന്നോട്ടുള്ള പ്രയാണം അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെ വധിക്കുന്നതോടുകൂടി, അത് പ്രത്യേകിച്ച് നമ്മൾ ഇറാനിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ ഇസ്മായിൽ ഹനിയ ഷഹീദാവുന്നത്. അതുപോലെ തന്നെ ഓരോ നേതാക്കളെയും അവർ ടാർഗറ്റ് ചെയ്ത് വ്യത്യസ്ത രാജ്യങ്ങൾ വെച്ചുകൊണ്ട് അവർ വധിക്കാൻ ശ്രമിക്കുന്നു. ഖലീൽ ഹയ്യയെ പോലെയുള്ള നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഇസ്രായേൽ വിചാരിക്കുന്ന സംഗതി ഹമാസിൻ്റെ ലീഡർഷിപ്പിനെ ഇല്ലാതാക്കുന്നതോടുകൂടി ഇവിടെ പിന്നെ ആ ഒരു റെസിസ്റ്റൻസിനെ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഹമാസ് അവിടെയാണ് പിന്നെ ജനങ്ങളെ മുഴുവൻ ആശ്ചര്യഭരിതരാക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിൻ്റെ ഈ നേതാക്കൾ ഇപ്പോൾ അറബ് നിരീക്ഷകന്മാരൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത് ഹമാസിൻ്റെ ഈ ഒരു നിലവിലുള്ള
ലീഡർഷിപ്പിൻ്റെ ലെയർ മുഴുവൻ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പുതിയൊരു ലെയർ എമർജ് ചെയ്യുകയും പുതിയൊരു റെസിസ്റ്റൻസിലേക്ക് ഹമാസ് എത്തിച്ചേരുമെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഹമാസിൻ്റെ സ്ട്രാറ്റജിയെക്കുറിച്ചാണ് ശരിക്കും ഈ ഒരു പോരാട്ടം. അപ്പോൾ നമ്മൾ പലപ്പോഴും പിന്നെ കമ്മിൻ ഫി അത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫി അത്തൻ കസീറത്തമ്പി ഇതിനില്ല, എത്ര ചെറു സംഘമാണ് വലിയ വലിയ സംഘങ്ങളെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി വിജയിച്ചടക്കിയത് എന്ന ആയത്തിനൊക്കെ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഹമാസിൻ്റെ ഈ ഒരു പോരാട്ടം നമുക്ക് മുമ്പിൽ ഇന്ന് വളരെ ലൈവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹമാസ് മുമ്പിലുള്ളിടത്തോളം, ഹമാസിൻ്റെ ഓരോ പോരാളിയും അയാൾ ഗ്രൗണ്ടിലുള്ളിടത്തോളം ഫലസ്തീൻ എന്ന് പറയുന്ന കോസ് അല്ലെങ്കിൽ ഗസ എന്ന് പറയുന്ന ആ ഒരു കോസ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കുന്ന ഒരു ആത്മവിശ്വാസം നൽകുന്നത് കൂടെയാണ് ഈ ഒരു ഹമാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ 7 ഒരു പുതിയൊരു പോരാട്ടം അപ്പോൾ നമുക്ക് നൽകുന്ന വലിയൊരു പാഠം എന്ന് പറയുന്നത് പുതിയൊരു ഉമ്മത്തി സെൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഉമ്മത്തി ബോധം എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു വളരെ വലിയൊരു സാലിഡായ ഫീച്ചറാണ്. നമുക്കൊരു ഉമ്മത്തി ബോധമുണ്ട്. ജഅൽനാക്കും ഉമ്മത്തൻ വസത്തൻ, നമ്മളൊരു ഒറ്റ ഉമ്മത്താണ്, മധ്യമ സമുദായമാണ്. അപ്പോൾ ഈ ഒരു ഉമ്മത്തി ബോധം കുറച്ചുകൂടെ രൂഢമൂലമാക്കുന്നതിൽ, അതിനെ കുറച്ചുകൂടെയൊക്കെ സജീവമാക്കുന്നതിൽ പിന്നെ ഈ ഒക്ടോബർ 7 വലിയ പങ്ക് വഹിച്ചെന്നുള്ളത് വലിയ പഠനങ്ങൾ, പ്രത്യേകിച്ച് ഈ ഉമ്മത്തി ബോധം ശക്തമാകുന്നതിൻ്റെ ഒരു പ്രതിഫലനങ്ങളായിട്ട് നമുക്ക് BDS മൂവ്മെൻറ്റിൻ്റെ ഒരു ശക്തി പ്രാപിക്കുന്ന അവസ്ഥയെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്നൊക്കെ ആളുകൾ കുപ്പിയിൽ അരിയും അതുപോലെ തന്നെ ഭക്ഷണാവശ്യങ്ങളൊക്കെ അത് നിറച്ചുകൊണ്ട് അള്ളാഹുൽ തവക്കുൽ ചെയ്തിട്ട് കടലിലേക്ക് എറിയുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ ഖിയാമുൽ ലൈലുകളും അതുപോലെ തന്നെ കുനൂത്തുകളും പ്രാർത്ഥനാ സദസ്സുകളും പ്രൊട്ടസ്റ്റുകളുമൊക്കെ ഫലസ്തീനു വേണ്ടി നടക്കുന്നു. അറബ് രാജ്യങ്ങൾക്ക് പ്രതികരിച്ചേ മതിയാകും. അറബ് രാജ്യങ്ങൾക്ക് ഇത് പ്രതികരിക്കാത്തതിൽ ജനങ്ങൾക്ക് രോഷമുണ്ടാകുന്നത് പോലും പുതിയൊരു ഉമ്മത്തി ബോധം അത് കുറച്ചുകൂടെയൊക്കെ വലിയ ശക്തമായ രീതിയിൽ തിരിച്ചു വരുന്നതിനെക്കുറിച്ച്, ഖിലാഫത്തിൻ്റെ കുറിച്ച് പോലും ആളുകൾ ആലോചിക്കുന്നത് ഈ ഒരു ഉമ്മത്തി ബോധത്തിൻ്റെ ഒരു ശക്തമായ അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ഫലസ്തീൻ്റെ ഈ ഒരു ഒക്ടോബർ 7 എന്ന് പറയുന്ന തുഫാൻ ലക്സ എങ്ങനെയാണ് ഈ ഉമ്മത്തി ബോധത്തെ അതിനെ റീഇമാജിൻ ചെയ്യുന്നത്? ഉമ്മത്തി ബോധം എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം, നമുക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. പലപ്പോഴും ഈ വീഡിയോസ് കാണുമ്പോൾ, ഫലസ്തീനിൽ നിന്നുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ, വളരെ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ വിശന്ന് മരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ, അവരുടെ അവസ്ഥകൾ നമ്മൾ ഫോട്ടോസിലൂടെയും ലൈവായിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥയുണ്ട്, ഒരു പെയിനുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ലോകത്തുണ്ടായിരുന്നു, ഇത് ലോകത്ത് നിലനിന്നിരുന്നു. നമ്മളെ മുസ്ലിം ലോകം എത്ര തന്നെ ഭിന്നിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും, എത്ര തന്നെ ഫ്രാഗ്മാറ്റിക് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും, മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും ഈ ഒരു നശിച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഉമ്മത്തി ബോധം പറ്റില്ലാതായിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ഉമ്മത്തി ബോധത്തെ ആക്റ്റീവ് ചെയ്യുന്നതിനടുത്ത് ഈ തുഫാൻ ലക്സ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഒക്ടോബർ 7 എന്ന് പറയുന്ന ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ എന്നെക്കൊണ്ട് എന്ത് കഴിയും, ഈ ഒരു നിഷ്ക്രിയമായ ലോകത്ത് ഫലസ്തീനികൾക്ക് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് എന്ത് കഴിയും എന്നുള്ള ആലോചനകൾ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ റസൂൽ അങ്ങനെയാണല്ലോ പറയുന്നത്, അതായത് ഇതൊരു ശരീരം പോലെയാണ്. ഇതിന് ഏതെങ്കിലും ഒരു അവയവത്തെ ഒരു മുറിവ് പറ്റിയാൽ, എന്തെങ്കിലും ബാധിച്ചാൽ അത് ഈ ശരീരത്തെ മൊത്തം ബാധിക്കുമെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് നേരെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതായിട്ട് നമുക്കത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു ഉമ്മത്തെന്ന് പറയുന്ന ഒരു ശരീരത്തെ അനുഭവിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് നിലവിൽ സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നേതൃത്വങ്ങൾക്ക്, ഭരണാധികാരികൾക്ക് അവർ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിലും, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉമ്മത്ത് ഇപ്പോഴും ആക്റ്റീവാണ്. ആ ഒരു വികാരം നിലവിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബോബ് വുഡ്വാർഡിൻ്റെ വാർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം. അതിൽ കുറേ കൂടെ ഇൻറ്റേർണൽ അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ ഫലസ്തീൻ സൗദി സംസാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അത് ഈ ഒക്ടോബർ 7 ശേഷം, ഒക്ടോബർ ഉണ്ടായി തൊട്ടുടനെ ഒരു അമേരിക്കൻ ഡിപ്ലോമാറ്റ് മുഹമ്മദ് ബിൻ സൽമാനോടുള്ള ഒരു കോൺവെർസേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ന്യൂക്ലിയർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പദ്ധതിയായിട്ട് അമേരിക്ക നോർമലൈസ് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന, അതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. ആ സമയത്ത് ഒക്ടോബർ 7 ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇറാനെ പറഞ്ഞിട്ടാണ് ഈ സൗദിനെ സമ്മർദ്ദത്തിലാക്കുന്നത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഒരു റിപ്ലൈ എന്ന് പറഞ്ഞാൽ, ജനങ്ങൾ ഭയങ്കര ആംഗ്രി ആണെന്നുള്ളതാണ്. എന്നുവെച്ചാൽ
ഇപ്പോൾ ഈജിപ്ത് ഒരു സൈഡിൽ തൊട്ടടുത്താണ്. എന്ന് വെച്ചാൽ റഫക്ക് ഇസ്രായേലല്ലാണ്ട് ഒരു അതിർത്തിയുള്ളത് ഈജിപ്തിനോട് മാത്രമാണ്. ഇപ്പുറത്ത് ഈ ആധുനിക ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വംശഹത്യ നടക്കുന്നു. അപ്പുറത്ത് ഗവൺമെൻറ് നിഷ്ക്രിയമാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ കാണുന്ന സീനറികൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കുപ്പിയിലൊക്കെ ട്രക്കുകളെ കടത്തി വിടുന്നില്ല, പക്ഷേ ആൾക്കാർ കുപ്പിയിൽ ധാന്യങ്ങൾ നിറച്ചിട്ട് അറിയ പോലുമില്ല അവിടേക്ക് എത്തുമോ എന്നുള്ളത്. പക്ഷേ ആൾക്കാരത് ചെയ്യാൻ സന്നദ്ധമാവുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോർദാനിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് ഒരു ഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ സിറിയയും ഇപ്പോൾ പുതിയൊരു ഭരണം വന്നതിന് ശേഷം ഇസ്രായേലുമായിട്ട് സംസാരങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ പോലും നമുക്ക് അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ ജനങ്ങളൊന്നടങ്കം ഇസ്രായേലിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുക, അതുപോലെ തന്നെ അത്തരം ഫലസ്തീൻ ഐക്യദാർഢ്യങ്ങളുടെ എന്ന് വെച്ചാൽ ഭരണകൂടങ്ങൾ നിഷ്ക്രിയരാണെങ്കിൽ പോലും അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല. കുറേ സമ്മിറ്റുകൾ വിളിക്കുകയും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യ എടുത്ത ഇനീഷ്യേറ്റീവുകളൊക്കെ പോലെ കുറേ ഇനീഷ്യേറ്റീവുകൾ, അതുപോലത്തെ UN ഉണ്ടാകുന്ന പ്രസംഗങ്ങൾ, അതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴും ഈജിപ്തിനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധമുണ്ട്. UAEയും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധമുണ്ട്. ഈ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ നയതന്ത്ര ബന്ധം ഉണ്ടാക്കിയിട്ടുള്ള അറബ് രാജ്യങ്ങൾ ഇതുവരെ അത് കാര്യപ്പെട്ട സമ്മർദ്ദങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. മുമ്പുള്ള പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ ഒരു കാര്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഭരണകൂടങ്ങൾ നടത്താതിരിക്കുമ്പോൾ പോലും അവിടെ ഭരണകൂടങ്ങൾ ചെയ്യേണ്ട ആ ഒരു പണി ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നൊരു യാഥാർത്ഥ്യം. ഇതിൽ മറ്റൊന്ന്, ഇപ്പം നമ്മൾ ഉമ്മത്തിലെ ആളുകൾ മാത്രമല്ല ഇതിൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടൊരു മാറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അമുസ്ലിം രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക, അതുപോലെ തന്നെ ഫ്രാൻസ്, ബ്രിട്ടൻ, അതുപോലെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങളാണ് ഈ ഒരു പ്രക്ഷോഭത്തെ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത്. നമ്മളിപ്പോൾ മറ്റ് ചെറിയ പെൺകുട്ടികൾ കഫിയ ധരിച്ചുകൊണ്ട് വരുന്നതും, ഇപ്പോൾ നമ്മുടെ തമിഴ്നാട് തന്നെ ഇപ്പോൾ ഈ അടുത്ത് നടന്നിട്ടുള്ള വെട്രിമാരനും സത്യരാജൊക്കെ പങ്കെടുത്ത, പ്രകാശ് രാജൊക്കെ പങ്കെടുത്ത, അവർ കഫിയ ധരിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ നമ്മളതൊരു മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രശ്നമായിട്ട് ഉണ്ടായിരുന്ന സാധനം ഇന്ന് അത് ലോകത്തിൻ്റെ തന്നെ ഒരു നെറുകയിലെ ഒരു വലിയ പ്രശ്നമായിട്ട് ലോകം, പ്രത്യേകിച്ച് അമുസ്ലിം സമൂഹം ഇതിനെ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഫലസ്തീൻ കോസിൽ വന്നൊരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വന്നൊരു ഷിഫ്റ്റ് ഇത് മുസ്ലിം ലൈഫ്സ് മാറ്റർ എന്നതിനപ്പുറത്ത് ഇതൊരു ആഗോള പ്രശ്നമായിട്ട് മൊത്തം വംശഹത്യ, അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ഇല്ലാതാക്കുക, ജനങ്ങളെ അവകാശങ്ങൾ റദ്ദാക്കുക, മറ്റൊരു രാജ്യത്തിന് തമ്മിൽ അധിനിവേശം നടത്തുക, ഇത്തരം വിഷയങ്ങളിലേക്ക് ഇത് ആഗോള ജനശ്രദ്ധയും ആഗോള ജനവികാരവും ഇതിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതൊരു മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രശ്നമല്ല, ലോകത്തിൻ്റെ തന്നെ പ്രശ്നമായിട്ട് നടത്തിയ ഒരു ഷിഫ്റ്റിനെ നമ്മളെങ്ങനെയാണ് കാണുക? ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബ്രിട്ടൻ ഔദ്യോഗികമായിട്ട് ഫലസ്തീൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ കാര്യമായിട്ട് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്നത് ലേബർ ഗവൺമെൻറ്റാണ്. ലേബർ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കുറേ കൂടെ ഒരു ലെഫ്റ്റ് സ്വഭാവമുള്ള ഒരു ഗവൺമെൻറ്റാണ്. പക്ഷേ ലേബർ പാർട്ടി അധികാരത്തിൽ വന്ന് തൊട്ടുടനെ അതിൻ്റെ ഒരു കോർ വോട്ട് ബാങ്ക് ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയാണ്. അവരുടെ ഒരു ഇസ്രായേൽ അനുകൂല നയങ്ങൾ പ്രതിഷേധിച്ച് അവർ കോർ വോട്ട് ബാങ്ക് അതിൽ നിന്ന് വിട്ടുപോവാണ്. ഇവരാരും മുസ്ലിങ്ങളല്ല. എന്നുവെച്ചാൽ ഇത് ഒരു മുസ്ലിം വിഷയം എന്നുള്ളതിനേക്കാളും അപ്പുറം ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായിട്ട് അത് വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഇസ്രായേൽ വംശഹത്യ തുടങ്ങിയതിന് ശേഷം നമ്മൾ ലോകത്തെ പല നഗരങ്ങളിൽ കണ്ടില്ല. മഡ്രിഡും അതുപോലെ തന്നെ ബാഴ്സലോണയും പോലുള്ള ആംസ്റ്റർഡാം, അതുപോലെ അങ്ങനെ കുറേ നഗരങ്ങളിൽ വൻ ജനക്കൂട്ടം. അപ്പോൾ അമേരിക്കയിൽ പോലും വലിയ അർത്ഥത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊന്നും നമുക്ക് കുറച്ചു കാലം മുമ്പ് നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു ഇമാജിനേഷൻ തന്നെ ഫലസ്തീൻ വിഷയത്തിൽ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് സ്പെയിൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സ്പെയിൻ 2026 വേൾഡ് കപ്പിലേക്ക് സ്വന്തം ടീമിനെ അയക്കുന്നതിനെക്കുറിച്ച് പോലും പുനഃപരിശോധിക്കുമെന്ന് പറയുന്നത് പിന്നെ ഇസ്രായേൽ ഇതിൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഇതിൽ നിന്ന് നേടാനൊന്നുമില്ല അല്ലെങ്കിൽ നഷ്ടപ്പെടാനൊന്നുമില്ല. ഇതിരിക്കെ തന്നെ സ്പെയിൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലെ കണ്ടത് പിന്നെ ബാഴ്സലോണയുടെ കളി നടക്കുന്നിടത്ത് ഒരാൾ പിന്നെ ഫലസ്തീൻ ഫ്ലാഗ് ഉയർത്തി ഓടുന്നതാണ്. അതിനുശേഷം വന്ന വാർത്ത എന്ന് വെച്ചാൽ ഫലസ്തീൻ ഫ്ലാഗിനെ നിരോധിക്കുന്നില്ല എന്നാണ് അവിടുത്തെ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം. അപ്പോൾ സ്പെയിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒക്കെ ഈ ഒരു വിഷയം അവർ വല്ലാതെ തന്നെ ഉയർത്തുന്നുണ്ട്. ഇതിലൊരു കോമഡി എന്താണ്, ഇതിലൊരു കൗതുകകരമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു UEFA ടൂർണമെൻറ്റിൽ സെൽട്ടിക്കിൻ്റെ ആരാധകർ ഫലസ്തീൻ പതാക ഉയർത്തുന്നുണ്ട്. അന്നേരം
UEFA അവർക്ക് ഫൈൻ ഇടുകയാണ് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് UEFA ഇപ്പോൾ എന്താണ് ഫലസ്തീൻ പതാകകൾ നിരോധിക്കുന്നില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരെ എത്തുക എന്ന് പറഞ്ഞാൽ അത് കുറേ ഒരു ജനകീയ പ്രതിരോധങ്ങളുടെയും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു UEFA അടക്കം വരുന്നത്. ഇപ്പോൾ ഇതിൽ ഫുട്ബോൾ മൈതാനങ്ങളെ ചരിത്രം തന്നെ എടുത്താൽ ഇപ്പോൾ ഈ ഇസ്രായേൽ വംശഹത്യ തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഈ സെൽറ്റിക്കിൻ്റെ ഭാഗത്തു നിന്നാണ് ഇസ്രായേലിനെ ചുവപ്പ് കാർഡ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ തുടങ്ങുന്നത്. അത് പിന്നെ നമ്മൾ കാണുന്നത് വേറെ കുറേ ക്ലബ്ബുകൾ അത് ഏറ്റെടുക്കുന്നു, ക്ലബ്ബുകളുടെ ആരാധക കൂട്ടങ്ങൾ അത് ഏറ്റെടുക്കുന്നു. അത് യൂറോപ്പിലായാലും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്ക, നമ്മൾ ബ്രസീലിലൊക്കെ അത്രയ്ക്ക് നമ്മൾ പേര് പോലും ചിലപ്പോൾ നമുക്ക് കേട്ടുപരിചയമില്ലാത്ത പല ക്ലബ്ബുകൾ പോലും ഗാലറികളിൽ ഫലസ്തീൻ പതാകകൾ വീശുക. പിന്നെ കുറേ കൂടെ ഇത് ഫുട്ബോളിൽ നിന്ന് മാറി ബാസ്ക്കറ്റ് ബോൾ, റഗ്ബി ഇങ്ങനെയുള്ള ഗാലറികളിലേക്ക് മാറുക. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെ എന്താണ് ഈ ഫുട്ബോളിൽ നിന്ന് ബാൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത്രയ്ക്കും ഈ ഒരു എന്താണ് ജനങ്ങൾ ആൾക്കാരുടെ എന്താണ് ബോധ്യത്തിലേക്ക് അല്ലെങ്കിൽ പൊതുബോധത്തിലേക്ക് ഒരു കാര്യപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഈ ഫലസ്തീൻ പ്രശ്നം മാറി എന്നുള്ളതാണ്. ശരിക്ക് ഇസ്രായേൽ ലോകത്തിന് മുമ്പിൽ ഒറ്റപ്പെടുകയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെതന്യാഹു വാർത്താസമ്മേളനം വിളിച്ചുകൊണ്ട് പറയുന്നത് ഞങ്ങളിതിനെ അതിജീവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സംസാരത്തിലുള്ള ആ ഒരു ശൈലിയിൽ തന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നൊക്കെ കാണാൻ കഴിയും. കാരണം അത്രയും ഒരു അധികാരത്തിൻ്റെ സ്വരത്തിൽ മാത്രം സംസാരിച്ചിരുന്ന നെതന്യാഹു അതിജീവനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അതായത് ഈ ഉപരോധങ്ങളൊക്കെ ഞങ്ങൾ അതിജീവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബോയ്ക്കോട്ട്, അതുപോലെ തന്നെ ലോകത്താകമാനമുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ, ആ ജനകീയ പ്രക്ഷോഭങ്ങളുടെ സമ്മർദ്ദം മൂലമുള്ള സർക്കാരുകളുടെ തീരുമാനങ്ങൾ, അപ്പോൾ ഇതൊക്കെ വലിയ അർത്ഥത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഇസ്രായേലിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സമരങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരും ആലോചിക്കുന്നത് നമ്മൾ സമരം നടത്തിയിട്ട് എന്താ കാര്യം, ഇപ്പോഴും അവിടെ കുട്ടികൾ കൊല്ലപ്പെടുന്നു, ഇസ്രായേലൊന്നും ബാക്കടിക്കുന്നില്ല, ഇസ്രായേൽ അവിടെ ആക്രമിക്കുന്നു, ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നു, ഇസ്രായേൽ ലെബനാൻ ആക്രമിക്കുന്നു, ഒന്നും ഇതൊന്നും യേശുന്നില്ല എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ നെതന്യാഹുവിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ വന്ന ഈ ഒരു അതിജീവനം എന്ന് പറയുന്ന ഒരു ഭാഷയിലേക്ക് എത്തുന്നതിൽ തന്നെ വലിയൊരു മാറ്റം. അത് ഈ ഭരണകൂടങ്ങളൊന്നും അങ്ങനെ തീരുമാനം എടുക്കുന്നതല്ല എന്നുള്ളതാണ്, അവർക്കത് എടുക്കേണ്ടി വരുന്നതാണ്. ഇപ്പോൾ സൗദി ഇനീഷ്യേറ്റീവ് എടുത്തു നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ സൗദി പറയുമ്പോഴത്തേനും അങ്ങനെ ബ്രിട്ടൻ അങ്ങനെ ഇസ്രായേൽ മറ്റേ ഫലസ്തീൻ്റെ അംഗീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവിടെയുള്ള കുറേ പ്രഷറുകൾ മൂലം അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. അതുപോലെ ഫ്രാൻസ് ആയാലും, ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോഴും ഫ്രാൻസ് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഫലസ്തീൻ വിഷയത്തിൽ വോക്കലായിട്ട് നിലപാടെടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ഇത് ലോകത്തിലെ ജനങ്ങളുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ അവരുടെ പ്രതിഷേധങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ്. ശബ്ദം ഒരു വലിയൊരു എന്താ പറയുക ഒരു സാധ്യതയായിക്കൊണ്ട് വരുന്നുണ്ട്. അത് എത്ര തന്നെ നിഷേധിക്കാൻ ശ്രമിച്ചാലും അതിന് സാധ്യമല്ല എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. എന്താണ് ഈ തെരുവിലിറങ്ങിക്കൊണ്ട് ശബ്ദിച്ചുകൊണ്ട് സമരം ചെയ്തുകൊണ്ടൊക്കെ കാര്യം എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരർത്ഥത്തിൽ സ്റ്റേറ്റിനുള്ള ഒരു സമ്മർദ്ദമാകുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള വലിയ ജനകീയ പ്രക്ഷോഭങ്ങളെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടി, അതിനുള്ളൊരു എന്താ പറയുക ഈ ഒരു ഫലസ്തീൻ കോസിനെ ലോകത്തുയർത്താനുള്ള ഒരു ശ്രമം കൂടിയായിട്ടായിരിക്കണം നമ്മളുടെ ഇത്തരത്തിലുള്ള സമരങ്ങളും പരിപാടികളും നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ SCOൻ്റെ ഒരു നമ്മളുടെ പ്രവർത്തനങ്ങൾ തന്നെ നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട്, ഞാൻ പറയുന്നത് SCOൻ്റെ ചരിത്രത്തിൽ തന്നെ ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ എടുത്തിരുന്നു. കാരണം പുതിയൊരു ലോകക്രമത്തെക്കുറിച്ച് നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള ഒരു ലോകത്തിനപ്പുറത്തേക്കുള്ള ആലോചന എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഇവിടെയുള്ള ലോകത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ നമുക്ക് പറയാനുള്ള ഏറ്റവും ക്ലിയർ പിക്ചർ എന്ന് പറയുന്നത് ഫലസ്തീനായിരുന്നു. ബാക്കിയുള്ള ലോകത്ത് നമ്മൾ എത്ര എങ്ങനെ ന്യായീകരിച്ചാലും ഒരു നിലക്കും ന്യായീകരിക്കപ്പെടാൻ കഴിയാത്ത ഈ ഒരു വെസ്റ്റിൻ്റെ അധികാരം, അതല്ലെങ്കിൽ അതിൻ്റെ അപ്രമാദിത്വം നമുക്ക് നേരെ കാണാൻ കഴിയുന്ന ഒരു ഇടം, അതല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള കൊളോണിയലിസത്തിൻ്റെ ഒരു വേസ്റ്റ് ആയിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേലിനെയും അവിടെയുള്ള അധിനിവേശത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ SCOൻ്റെ ചരിത്രത്തിലുടനീളം ഇത് നമ്മൾ ഉയർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു 2 വർഷത്തെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ഇടപെടലുകളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും SCO എന്തുകൊണ്ട് ഇത് ഉണ്ടാക്കി എന്നുള്ളത് നമുക്കറിയാം. ഈ ടാറ്റയുമായി ബന്ധപ്പെട്ട് സുഡിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ
അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ, അവർ ഇസ്രായേലുമായി നടത്തിയിട്ടുള്ള വ്യാപാര ഉടമ്പടികളിൽ നിന്ന് പിൻപോട്ട് പോകുവാനുള്ള നമ്മളുടെ സമ്മർദ്ദങ്ങൾ, ഇത് വലിയ അർത്ഥത്തിൽ മീഡിയകൾ ചർച്ച ചെയ്തിരുന്നു. അത് മീഡിയകൾ എങ്ങനെയാണ് എടുത്തിരുന്നത് എന്നതിനപ്പുറത്തേക്ക് നമ്മളതിനെ ജനങ്ങളുടെ അതുമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നീതിബോധമുള്ള മനുഷ്യർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അതല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു സമയമാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ലോകത്ത് തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ ഗ്ലോബൽ ഫോർട്ടില പോലെയുള്ള, ഗ്ലോബൽ സമൂത് പോലെയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഒരു വട്ടം അവർ പോയി അവിടുന്ന് തിരിച്ചയച്ചു, വീണ്ടും അവർ അതിലേറെ ശക്തിയോടുകൂടി ഗസയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇന്നടക്കം നമ്മൾ കാണുന്നത് ഇസ്രായേൽ അവരുടെ കപ്പലിലേക്ക് ബോംബിടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും അവരവിടെ എത്തും, അവർക്ക് എയ്ഡ് കൊടുത്തിട്ട് തിരിച്ചു പോരുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ അവർ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രചാരണങ്ങൾ അത് സോഷ്യൽ മീഡിയകളിലൂടെ അവർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ലോകത്ത് ഈ ഒരു കോസിനെ ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ തന്നെ നമുക്കറിയാം നമ്മളുടെ ഒരു വിദ്യാർത്ഥി പ്രായത്തെ ഇപ്പോൾ ഒരു 15-നും 30-നും ഇടയിലുള്ള, അതല്ലെങ്കിൽ ജെൻസി എന്ന് നമ്മൾ പറയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയയുടെ പ്രധാന ഉപഭോക്താക്കളെ നമുക്കിതിൽ പ്രധാനപ്പെട്ടതായിക്കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും ഇപ്പോൾ ഈ ബോയ്ക്കോട്ട് ശ്രമങ്ങളിലായാലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിലായാലും അതിലൊക്കെ നമുക്ക് ഈ ഒരു ജെൻസിയുടെ ഇടപെടലുകളെ നമുക്ക് വളരെ കൃത്യമായി വ്യക്തമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതിൽ ഒരു കഴിഞ്ഞ വർഷം വാൽബി അല്ലാക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അമേരിക്കയിലെ ക്യാമ്പസുകളിൽ ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ പലസ്തീന് വേണ്ടിയിട്ടുണ്ടായി എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ചോദ്യം. അപ്പോൾ അവർ ജനിച്ച് വളർന്ന അവരുടെ യൂറോപ്പ്, ഇപ്പോൾ യൂറോപ്പിലൊരു ജൻസിയുമായി എടുത്ത് ബന്ധപ്പെട്ട് പറയുമ്പോൾ അവർ ജനിച്ച് വളർന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. അവർ അവിടെ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അവരുടെ കുടുംബത്തിൽ, അവരുടെ ജോലി സ്ഥലത്ത്, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവർ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള തിന്മകളും അവരനുഭവിക്കുന്നുണ്ട്, ക്യാപിറ്റലിസത്തിൻ്റെതായിട്ടുള്ള. അതുപോലെ തന്നെ നൈതികത എന്ന് പറയുന്ന ഒന്ന് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരർത്ഥത്തിൽ എന്താ പറയുക, ഒരു അരാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയത്തോടൊരു താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരു ജനത, അവരുടെ ഇടയിലേക്കാണ്, അതല്ലെങ്കിൽ കേവലമായിട്ടുള്ള അടിച്ചുപൊളി ജീവിതത്തിനപ്പുറത്തേക്ക് ആലോചിക്കേണ്ടാത്ത ഒരു ജനത, അവരുടെ ഇടയിലേക്കാണ് October 7 എന്ന് പറയുന്ന ഒരു ഡേറ്റിൽ ഇസ്രായേലിൽ എന്തോ ഒരു അക്രമം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത അവരുടെ മുമ്പിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത് നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ഒരാൾ, നമ്മൾ ആ ഒരർത്ഥത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളായാലും അതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കും, നമ്മൾ അതിനൊന്ന് ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ അവിടെ അവർ കാണുന്നത് ഇസ്രായേലിനെ അങ്ങോട്ട് ആക്രമിച്ചു, അവിടെയുള്ള കുട്ടികളെ കൊന്നു, അവിടെയുള്ള സ്ത്രീകളെ കൊന്നു എന്നുള്ള ഈ നരേഷനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് പലതുമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഫലസ്തീൻ ഇഷ്യൂ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അവർ പഠിക്കും. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അവർ എന്താണ് ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ്, അവിടെ എന്താണ് അമേരിക്കയുടെ സ്ഥാനം, അവിടെ എന്താണ് യൂറോപ്പിൻ്റെ സ്ഥാനം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളിലേക്ക് അവർ കടക്കും. അപ്പോൾ അവരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെ അവർ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അവിടെ ധാരാളക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും ഈ അമേരിക്ക കൊടുക്കുന്ന അല്ലെങ്കിൽ യൂറോപ്പ് സംഭാവന ചെയ്യുന്ന ടെക്നോളജികളും അവരുടെ ആയുധങ്ങളും ഉപയോഗിച്ച് കൊല്ലുന്നതായിട്ട് കാണും. അപ്പോൾ ഇതെവിടെ നിന്നാണ് വരുന്നത്? ഇത് അവർ തന്നെ കൊടുക്കുന്ന നികുതിയിൽ നിന്നും അവർ തന്നെ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നതിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് എന്നുള്ള ബോധ്യത്തിൽ അവർക്കുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു രോഷമുണ്ട്. ഇതൊരു നൈതികമായിട്ടുള്ള ചോദ്യം, അതല്ലെങ്കിൽ ഒരു ധാർമ്മികമായ രോഷം അവരിൽ ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് കാണണമെന്നുള്ളതാണ്. കേവലം വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു റൈറ്റ് വിങ്, ഇപ്പോൾ ഇന്ത്യയിലായാൽ സംഘപരിവാരത്തെ പോലെയുള്ള, അതല്ലെങ്കിൽ അമേരിക്കയിലെ റൈറ്റ് വിങ്ങിനെ പോലെയുള്ള, ഇസ്രായേലിൽ പോലും അവിടെയുള്ള സയനിസ്റ്റുകളെ പോലെയുള്ളവരെ മാറ്റി നിർത്തിയാൽ അവിടെ പോലും ഫലസ്തീന് വേണ്ടിയിട്ടുള്ള സ്വരങ്ങൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സാധ്യതകൾ ഗസ നമുക്ക് മുമ്പിൽ തുറന്നിട്ട് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുമ്പിലുള്ള എല്ലാ പ്രതീക്ഷകളും നമുക്ക് ഇല്ലാതാവുമ്പോൾ പടച്ചവനൊരു പ്രതീക്ഷയായിട്ട് മാറുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. എല്ലാ ആശ്രയങ്ങളും അതോടുകൂടി ഇല്ലാതാവുകയാണ്. ഒരു October 7 കൂടി അതുവരെ നമ്മളുടെ എന്താ പറയുക രക്ഷാകർതൃത്വം ചമഞ്ഞിരുന്ന അറബ് രാജ്യങ്ങളെ പോലെയുള്ള അമേരിക്കയെ പോലെയുള്ള ആ ഒരു അർത്ഥത്തിലേക്ക് മുസ്ലിം ഉമ്മത്തും ലോകവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഒരു സ്വീകാര്യത ഇതിന് ശേഷം വർദ്ധിച്ചു എന്നുള്ള വാർത്തകൾ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഫലസ്തീനികളെ കുറിച്ച് നമ്മൾ മനോഭാവം എന്ന് പറയുന്നതിൽ വളരെ പ്രധാനമാണ്. അത് വളരെ പ്രധാനപ്പെട്ട, പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കുമ്പോൾ
ഇത്ര വംശഹത്യ നേരിടുന്ന അല്ലെങ്കിൽ ഇത്ര കൊലപാതകങ്ങളും പട്ടിണിയും അതുപോലെ തന്നെ പലായനവും നേരിടുന്ന ജനത, അവരെ ഒരു നിലക്കും അവരെ ഒന്ന് ഡിമോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഈ പോരാട്ടം വിജയിക്കുകയില്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ പോലും ഇസ്രയേലിനും അതുപോലെ തന്നെ അമേരിക്കക്കും സാധിക്കുന്നില്ല എന്നിടത്ത് ഇപ്പോൾ ഈ ഒരു ഗസയുടെ ആളുകളുടെ ഒരു മനോഭാവത്തെക്കുറിച്ച് കൂടെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഗസയുടെ ആളുകളുടെ മനോഭാവം അതല്ലെങ്കിൽ അവർ പുലർത്തുന്ന ഒരു തഖ്വ, അവർ പുലർത്തുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൂടെ വലിയൊരു ഗുണപാഠം നൽകുന്നതാണ്. അപ്പോൾ അവർ ഖുർആനുമായിട്ടുള്ള അവരുടെ ബന്ധം ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ പോലും ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ കുട്ടിയുടെ വീട് തകർന്ന് കിടക്കുകയും ഉപ്പയും ഉമ്മയും ഒക്കെ ആ വീടിനുള്ളിൽ മരിച്ചടക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടി അവിടെ നിന്ന് ഓതുന്നൊരു ഒരു ആയത്തുണ്ടല്ലോ, വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അപ്പോൾ ഇതിങ്ങനെ പ്രതിസന്ധികളുടെ മുമ്പിൽ നിന്ന് ഖുർആൻ ഓതുന്ന ഹാഫിളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഖുർആനോടുള്ള ബന്ധം അവർ രൂഢമൂലമാക്കുന്നു. അതുപോലെ തന്നെ നമസ്കാരവും പ്രാർത്ഥനയും പടച്ചവനോടുള്ള ബന്ധം അള്ളാഹുവിനെ കുറിച്ച് അവർ കൂടുതൽ ഉയർത്തുന്നു. അപ്പോൾ ഗസയുടെ ഒരു ശക്തി, ഗസയുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് തൗഹീദിലുള്ള അള്ളാഹു ഞങ്ങളുടെ കൂടെയുണ്ട്, അവൻ ഇതൊക്കെയും കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു അത് കാത്തിരിക്കുകയാണ്, അള്ളാഹു പതിയിരിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു ആയത്ത് ഖുർആനിലുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഭൂമിയിൽ എല്ലാ ഫസാദ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പടച്ചവനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പടച്ചവൻ എന്താണ് വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ജനങ്ങൾ മരിക്കട്ടെ എന്നാലോചിക്കുന്നപ്പുറത്ത് അള്ളാഹു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ അവർ വളരെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് ഗസയിലെ ആളുകളുടെ മനോഭാവങ്ങളിൽ നിന്നും നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ പ്രത്യേകമായിട്ട്, പ്രത്യേകിച്ച് ഇതൊരു നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഇത് തുടങ്ങുന്നത് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആദ്യത്തെ ഖിബില, ആ ഖിബിലയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് തന്നെ. അപ്പം മസ്ജിദുൽ അഖ്സ അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഇസ്സത്തിൻ്റെ സംരക്ഷണം എന്നൊക്കെ പറയുന്ന ഇസ്ലാമിൻ്റെ ഷിആറുകളെ സംരക്ഷിക്കുക, ഇസ്ലാമിനെ തന്നെ സംരക്ഷിക്കുക, ഇസ്ലാമിൻ്റെ ആത്മാഭിമാനത്തെ അതിനെ ഒന്നുകൂടെ പുനർജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഈ ഒരു ഗസയിലെ ആളുകൾ അത് വലിയ നമ്മുടെ ഒരു ആത്മീയ മനോഭാവത്തിന് കൂടെ വലിയ ഊർജ്ജം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഈ ഒരു മനോഭാവത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആൻ തന്നെയാണ്. അപ്പോൾ ഖുർആൻ നമുക്കറിയാം, ഈ ഒക്ടോബർ 7 ശേഷം ഹാഫിദീങ്ങളുടെ മരണസംഖ്യ കൂടുന്നതിനനുസരിച്ച് അവിടെ ഹാഫിദീങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ടാർഗറ്റുകൾ അവർ നൽകുന്നുണ്ട്, ഇത്തരത്തില ഹാഫിദുകൾ ഉണ്ടാകണമെന്നുള്ളതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ 1000-ഓളം ഹാഫിദുകൾ ഉണ്ടായി എന്നുള്ളതാണ് ഇന്നലെ ഒരു ന്യൂസിൽ കണ്ടത്. അപ്പോൾ അവർ ഹാഫിദുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്, ഖുർആനെ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു ജനതയാണ്. അപ്പോൾ ഒരു മുസ്ലിം സമൂഹം എന്നുള്ള അർത്ഥത്തിൽ, അതല്ലെങ്കിൽ ഒരു പ്രബോധക സമൂഹം ലോകത്തിന് മുമ്പിൽ ഈ ഹക്കിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അതിലിന് വേണ്ടിയിട്ട് ശുഹദാക്കളാകുന്ന അതിൻ്റെ ആളുകളാകുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ അവർ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ അവർ നേരിടുന്ന പ്രതിസന്ധികളിൽ അവർക്ക് പരിഹാരമാകുന്നത് ഈ ഒരു ഖുർആനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. ഈ സക്കീനത്ത് എന്ന് പറയുന്നത് റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു വാക്കിനപ്പുറത്തേക്ക് ഭയങ്കരമായിട്ടുള്ള അർത്ഥമുള്ളൊരു വാക്കാണ്. എന്തുകൊണ്ട് അവരവിടെ പതറാതെ അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പോഴും 2 വർഷത്തിന് ശേഷവും. അപ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് കാണുന്നത് ഖുർആനിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഖുർആൻ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നമുക്ക് ഇനി ഭാവിയിലേക്കുള്ള ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഉത്തരവും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ അടിച്ചമർത്തപ്പെടുന്ന ആളുകൾ, ദുർബലരായ ആളുകൾ ചോദിക്കുമ്പോൾ, അവർ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഉത്തരം കൊടുക്കുകയും അവർക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ്? അള്ളാഹു അല്ലാത്തൊരു ഇലാഹ് ഉണ്ടോ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആരും ചിന്തിക്കുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്തുൽ നംലിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹു അവർക്ക് ഉത്തരം നൽകും, ഈ ഒരു ലോകക്രമത്തെ മാറ്റുകയും അവർക്ക് ഭൂമിയിലൊരു പ്രാതിനിധ്യം നൽകുകയും ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു വിമോചനം സാധ്യമാക്കും എന്നുള്ള ഒരു ആലോചന കൂടി നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ കേവലമായിട്ടുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് വാദം എന്നതിനപ്പുറത്തേക്ക് ഒരു യാഥാർത്ഥ്യബോധ്യത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ രൂഢമൂലമാക്കിക്കൊണ്ട് അള്ളാഹുവിലുള്ള ആ തവക്കുലിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്കിതിൽ പ്രധാനമായിട്ടുള്ളൊരു പാഠം. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ നമ്മുടെ ഒരു വിശ്വാസം, നമ്മുടെ പ്രതീക്ഷയും അള്ളാഹുവാണ് എന്നിരിക്കെ ഗസ പുഞ്ചിരിക്കുന്നൊരു കാലം നമ്മൾ കാണും. ഗസ പുഞ്ചിരിക്കാത്ത ഈ ലോകം അവസാനിക്കുകയില്ല എന്ന വിശ്വാസത്തിൽ, എന്ന പ്രതീക്ഷയിലൂടെയാണ് മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ആ ചിരിക്കുന്നൊരു കാലം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.